ആങ്ങളുടെ മോടെ കല്യാണമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മറുവീട് കാണാൻ പോയതാ, അടൂര്, കൊല്ലം. പോയിട്ട് വന്നപ്പം എൻ്റെ വീട് പോന്നില്ല, അല്ല അതുമുങ്ങളം. അപ്പോൾ ചേട്ടായി വരാനായിട്ട് താമസം, അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു അവളാണ് അങ്ങോട്ട് പോയി. അവരവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ച് താഴെ അടിച്ച്. ഈ സംരക്ഷണം എന്റെ തലക്കിലടിച്ച് വയസ്സിന് കൈക്കിലടിച്ച് അവളെ കൈ എന്റെ പൊട്ടലുണ്ട്, ഷോറിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ അന്നാ അവിടെ അടി കൊണ്ട് കറങ്ങി തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തു. എന്താ സംഭവിച്ചത് ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. പത്തനംതിട്ട നഗരത്തിൽ ഇന്നലെ രാത്രി പോലീസിൻ്റെ നരനായാട്ട്. ദമ്പതികളടങ്ങുന്ന വിവാഹ സംഘത്തെ പോലീസ് ആള് മാറി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ലാത്തിയടിയേറ്റ് ചിലരുടെ തല പൊട്ടി. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. SI S ജിനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ജിനുവിനെ ആദ്യം SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് ഇദ്ദേഹത്തെയും ഒരു പോലീസുകാരനെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നടപടിയിൽ പരാതിക്കാർ തൃപ്തരല്ല. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. പോലീസിന് മദം പൊട്ടിയോ, കാക്കിക്ക് ഭ്രാന്ത് പിടിച്ചോ? മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് K രാംകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് രാംകുമാർ, ദമ്പതികൾ ഉൾപ്പെടുന്ന സംഘത്തെ പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. വിവാഹാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയവരാണ് ഇവർ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം ജീപ്പിൽ പാഞ്ഞെത്തി മർദ്ദിച്ചു എന്നാണ് പരാതി. യാതൊരു പ്രകോപനവുമില്ല. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അടിയേറ്റവർ ചിതറിയോടി പരിഭ്രാന്തരായി റോഡ് മുറിച്ച് കടന്ന് ഓടിയവരെ പോലീസ് പിന്തുടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാംകുമാർ സാർ, കാക്കിക്ക് ഭ്രാന്ത് പിടിച്ചോ, പോലീസിന് മദം പൊട്ടിയോ? പോലീസ് അതിക്രമം ഒരു വാർത്തയല്ലാതെ ആയിട്ട് കാലങ്ങളായി. പോലീസ് മാന്യവും മര്യാദയായിട്ട് പെരുമാറുന്നതാണ് വാർത്ത. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ കേരളത്തിൽ ആർക്കും ഒരത്ഭുതമോ ആശ്ചര്യമോ ഉണ്ടാകാൻ വഴിയില്ല. ഒരു സാധാരണ സംഭവം. പക്ഷേ ഇവിടെ സൂചനാർഹമായത് വേറൊരു കാര്യമാണ്. പാർട്ടി കെട്ടിപ്പടുക്കുന്ന സമയം മുതൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ലോക്കപ്പ് മർദ്ദനം എന്ന വാക്ക് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പ്രചരിച്ച് അതിനെതിരായി ശക്തിയായി പ്രചരണം നടത്തി അധികാരത്തിലെത്തിയ ഒരു പാർട്ടിയാണ്. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് വരെ ലോക്കപ്പ് മർദ്ദനത്തിനെ പറ്റി ആധികാരികമായി സംസാരിക്കാറുണ്ട്. അവരുടെ ഗവൺമെൻറ് വന്ന ശേഷവും പോലീസിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ഊഴത്തിൽ വളരെ വിചിത്രമായൊരു സംഗതി നടക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ പോലീസിന് നിയന്ത്രണമില്ല എന്നും ആഭ്യന്തര വകുപ്പിന് പോലീസിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് പാർട്ടി വേദികളിൽ ആദ്യമായിട്ട് കാണുന്നത് കേരളത്തിൽ വാർത്തയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏത് സർക്കാർ വന്നാലും പോലീസ് മാറില്ല. രണ്ട്, CPM പോലൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ പോലീസിനെതിരായി വിമർശനം ഉന്നയിക്കേണ്ട ഗതികേടിലേക്ക് ആ പ്രസ്ഥാനം എത്തിയിരിക്കുകയാണ്. കാരണം എല്ലാ കാലത്തും പോലീസ് മർദ്ദനം, പോലീസ് അതിക്രമം, പോലീസിനെ കയറൂടി വരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ സംഘടിപ്പിക്കുന്നൊരു പാർട്ടി അവർ ഭരിക്കുമ്പോൾ അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഞങ്ങൾ ഭരിച്ചിട്ടും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തല്ലുകൊട്ടുന്നു, മാന്യമായി പെരുമാറുന്നില്ല, പോലീസ് അഴിഞ്ഞാടുന്നു, പോലീസ് അക്രമം കാണിക്കുന്നു എന്ന് വിലപിക്കേണ്ട ഗതികേട്. ഒരു കാര്യത്തിൽ അവരെ ശ്ലാഘിക്കണം.
CPM മാർക്സിസ്റ്റ് പാർട്ടി പൊതുവെ ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു പാർട്ടിയാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ സത്യവുമുണ്ട്. ആ ഫാസിസ്റ്റ് പാർട്ടിയിൽ വരെ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് എന്ന ശ്ലാഘനീയമായ വസ്തുത നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ പാടില്ല. കാരണം അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവായ മുഖ്യമന്ത്രിയെ വരെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത് അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ്. മറ്റ് പാർട്ടികളിലൊന്നും ഉൾപാർട്ടി ജനാധിപത്യമില്ല. വിമർശിച്ചാൽ സ്ഥാനം പോകും, അച്ചടക്ക നടപടിയെടുക്കും, അല്ലെങ്കിൽ മറ്റ് ആ പാർട്ടിയിൽ നിന്ന് വരുന്നത് സത്യമല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഭരിക്കുന്ന കക്ഷിയാണ് പറയുന്നത് ഇവിടെ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പോലീസിൻ്റെ മേൽ നിയന്ത്രണമില്ല, പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാനോ മര്യാദ പഠിപ്പിക്കാനോ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല, ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് താനൂരിലെ ഭീകരമായ മർദ്ദനമുണ്ടായത്. അത് സംബന്ധിച്ച് കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെയും അല്ലാത്തവരെയും അടിച്ചമർത്തുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. പോലീസും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാരും നിർദ്ദയമായി നിലത്തിട്ട് പ്രവർത്തകരെ തല്ലുന്നത് നമ്മൾ കാണുന്നതാണ്. അതിക്രമത്തിൻ്റെ അങ്ങേയറ്റം ആക്ഷേപകരമായ പെരുമാറ്റം. അതേപോലെ തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പത്തനംതിട്ട സംഭവം, നിർദോഷികളായ സ്ത്രീകളെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ നിയമപാലകർ, നിയമം സംരക്ഷിക്കുന്നവർ പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ അപമാനമാണ്. അതായത് ചുരുക്കത്തിൽ പോലീസ് എന്ന് പറഞ്ഞാൽ കാട്ടാളത്തം കാണിക്കുന്ന കാക്കി ഉടുപ്പുകാർ എന്ന അവരുടെ ചീത്തപ്പേര് നിലനിർത്തിയേ മതിയാകൂ എന്ന നിലയിലാണ് പോലീസുകാർ പെരുമാറുന്നത്. അവർക്ക് കഴിവുകളുണ്ട്. നമ്മുടെ കേരള പോലീസിന് കുറ്റാന്വേഷണ കാര്യത്തിൽ അപാരമായ കഴിവുണ്ടെന്ന് പല കാര്യങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വേണമെങ്കിൽ മര്യാദയായി പെരുമാറാമെന്ന് ശബരിമല സന്ദർശിക്കുന്നത് മനസ്സിലാക്കും. വളരെ മാന്യവും അച്ചടക്കത്തോടു കൂടിയും തീർത്ഥാടകരോട് പലപ്പോഴും പാളിച്ചകൾ ഉണ്ടാകാറുണ്ട്. മാന്യമായി പെരുമാറുന്ന ഒരു പോലീസ് സേനയാണ് നമ്മളവിടെ കാണുന്നത്. ആ പോലീസ് സേന നിങ്ങൾ സൂചിപ്പിച്ച പോലെ മതം പൊട്ടി കയറൂരി പാവപ്പെട്ട നിർദോഷികളായ സ്ത്രീകളെ, ഒരു വിവാഹ ചടങ്ങിന് വന്ന സ്ത്രീകളെ അതിക്രമം കാണിച്ച് അവമാനിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ മോശമാണ്. ഒരു പോലീസ് സേനയ്ക്കും ഇത് ഒരു അഭിമാനമാണെന്ന് ആരും പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ എന്നും പോലീസിനെതിരായും അടിയന്തരാവസ്ഥക്കാലത്ത് പോയും ഭീകരമായ മർദ്ദനങ്ങൾ അനുഭവിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പോലീസ് ഇതുപോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന് അവമാനമാണ്. ഇത് കാര്യമായൊരു വിചിന്തനം രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഇവിടെ നാമമാത്രമായ ഒരു പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുണ്ട്. ഒരു റിട്ടയർഡ് ജഡ്ജിക്ക് ഉപജീവന മാർഗം ഒരുക്കി കൊടുക്കുക എന്നത് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് അതോറിറ്റി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒറ്റ കേസിൽ പോലും ഒരു പോലീസ് ഉദ്യോഗത്തിനെ ശിക്ഷിച്ചതായിട്ടോ ശാസിച്ചതായിട്ടോ എതിരായി റിപ്പോർട്ട് അടിച്ചായിട്ടോ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അനാവശ്യമായി ഒരു വിരമിച്ച ജഡ്ജിക്ക് ജീവിതമാർഗം ഒരുത്തിക്കൊണ്ട് സാമ്പത്തിക നില പാടെ തകർന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ശമ്പളം പറ്റുന്ന ഒരിതായിട്ട് പോലീസ് കമ്മീഷൻ മാറുന്ന ദുഃഖകരമായ കാര്യം. ചുരുക്കത്തിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഭരിക്കാൻ യഥാർത്ഥത്തിൽ തലപ്പത്ത് ആളില്ല എന്ന ദുഃഖകരമായ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് കേരളത്തിലെ പൊതുപ്രവർത്തകരും ചിന്തകരും സാഹിത്യകാരന്മാരും താല്പര്യമുള്ളവരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ വിനീതാഭിപ്രായം. യെസ്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടൊരു മര്യാദയുണ്ടല്ലോ അല്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ചോദിച്ചറിഞ്ഞതിന് ശേഷം, അന്വേഷിച്ചതിന് ശേഷമാണല്ലോ പോലീസ് അതിൽ ഇടപെടേണ്ടത്. ഇത്
ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. ജീപ്പ് വന്ന് നിൽക്കുന്നു, കുതിച്ചെത്തി നിൽക്കുന്നു, അതിനുശേഷം ഇറങ്ങുന്നു, ഇറങ്ങിയതും അടിയാണ്. ഒന്നും നോക്കുന്നില്ല, ആരോടും ഒന്നും ചോദിക്കുന്നില്ല. മാത്രമല്ല, നേരത്തെ ആ സ്ത്രീ പറഞ്ഞത് കേട്ടല്ലോ, അതിൽ കൂട്ടത്തിലൊരു സ്ത്രീക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു, അവർ പോയി, ഇവർ പുറത്ത് നിൽക്കുകയായിരുന്നു. അവിടെ എന്തെങ്കിലും സംഘർഷമുള്ളതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല, ദൃശ്യങ്ങളില്ല. അവിടെ നിന്നുള്ള റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നിട്ടാണ് പോലീസിൻ്റെ ഈ അതിക്രമം. എന്തായാലും SIക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ പോലീസ് സഹായിക്കുമല്ലോ. പക്ഷേ എന്തായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഈ SIയെ, അദ്ദേഹത്തിൻ്റെ പേര് ജിനു, ഈ SIയെ SP ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. പിന്നീട് ഈ പരാതിക്കാർ അതിൽ അതൃപ്തി രേഖപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, കൂട്ടത്തിലൊരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാട്ടാളന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലല്ലേ പത്തനംതിട്ടയിലുണ്ടായത്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ? പത്തനംതിട്ടയിൽ നിന്നും കിട്ടുന്ന വിവരം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവർ മദ്യത്തിനടിമയായ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. കേട്ടറിവാണ്. ഈ എന്താ വിഷയം അറിയോ? വിഷയം കേരളത്തിലെ പോലീസ് സേനയിൽ അച്ചടക്കം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാണ്. ഒരു സർക്കാർ സംവിധാനത്തെയും അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ആംഡ് ഫോഴ്സസിന്. ഒരു കാരണവശാലും അവർക്ക് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യരുത്. 2, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം തരാം. നമ്മുടെ ഒരു മന്ത്രി ഇന്ത്യൻ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഉണ്ടെന്ന് പറഞ്ഞു. ആ മന്ത്രിക്കെതിരെ ഒരു കേസെടുത്തിട്ട് അത് അന്വേഷിച്ചിട്ട് ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. നമ്മളെല്ലാവരും TV-യിൽ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി ആ പ്രസംഗം. എന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് അത് തെളിവില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ അങ്ങോട്ട് ആ ഡിപ്പാർട്ട്മെന്റ് മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുണ്ട്. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സമ്മർദ്ദത്തിലാണ്. പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇടപെടൽ കാരണം പോലീസ് സമ്മർദ്ദത്തിലാണ്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെ കരിങ്കൊടി കാണിച്ച ആളുകളെ മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡ് പോയിട്ട് തല്ലി. അയാൾ അത് ചെയ്യാൻ പാടില്ല. കാരണം അയാൾ മുഖ്യമന്ത്രിയുടെ ഒരു കൃത്യമായ ഒരു ദൂരത്തിന്റെ ഉള്ളിൽ നിൽക്കണം. അയാൾ അവിടെ ആ മുഖ്യമന്ത്രിയുടെ ആ ശരീരത്തിന്റെ ചുറ്റുവട്ടത്തു നിന്നും മാറാൻ പാടില്ലാത്ത ആളാണ്. എന്നിട്ട് അയാൾ ഓടിപ്പോയി തല്ലിയിരിക്കുകയാണ്. അപ്പോ അതിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി വരെ തയ്യാറായി. അപ്പോ ഇതാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ദുഷിച്ചു പോകും. വേറൊരു ഉദാഹരണം തരാം. ഈ നിലമ്പൂര് വിഷയത്തിൽ അവിടുത്തെ SP ഭരണകക്ഷിയുടെ, അന്ന് ഭരണകക്ഷിയിലായിരുന്ന MLA-യോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ DGP വരെ ആവാൻ സാധ്യതയുണ്ട്, നിങ്ങളെ ഞാൻ കാലാകാലം ആ നന്ദി ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് MLA പരസ്യമായി പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ദുഷിച്ചു ഒരു IPS ഉദ്യോഗസ്ഥരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സംവിധാനത്തെ ദുഷിപ്പിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയുന്നില്ല. ഡിപ്പാർട്ട്മെന്റിൽ നല്ല മിടുക്കന്മാരായ സുത്യർഹമായ സേവനം നടത്തുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. കുറച്ച് ആളുകൾ ഇങ്ങനത്തെ പ്രവൃത്തിയിലൊക്കെ തൽപരരാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഒരു 1-2 കൊല്ലം മുന്നേ ഒരു സംഭവം ഉണ്ടായി. എറണാകുളത്ത് ഒരു ഹെൽമെറ്റ് ഇല്ലാത്ത ആളെ തല്ലി പോലീസുകാരൻ. അയാൾ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ആ കേസ് എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ തന്നെ ഈ പറഞ്ഞ പോലീസ് SIനെ പറ്റി നേരത്തെ പരാതിയുണ്ട്. കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു +2 വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മൈനറാണ്. ഒരു മൈനറെ തല്ലിയ കേസിലെ പ്രതിയാണ് ഇയാൾ. ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ്. ഇവരെ മുളയിൽ നുള്ളണം. അന്ന് കർശനമായ നടപടി എടുത്തിരുന്നെങ്കിൽ, +2 വിദ്യാർത്ഥിയെ പരസ്യമായി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദിച്ച വിഷയത്തിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു.
ഇപ്പൊ പാലക്കാട് ചെന്താമര ഭീഷണിപ്പെടുത്തി ആരെ? അദ്ദേഹം നേരത്തെ കൊന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മേനെയും ഒക്കെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർ പരാതി കൊടുത്തു, പോലീസ് നടപടിയെടുത്തില്ല. നടപടിയെടുത്തിരുന്നെങ്കിൽ 2 ജീവൻ രക്ഷിക്കാമായിരുന്നു. 2 ജീവൻ. അപ്പൊ ഇൻസെൻസിറ്റീവ് ആണ് പോലീസ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഇൻസെൻസിറ്റീവ് ആവുമെന്നറിയോ? അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്നുള്ള ചിന്ത വരും. സത്യസന്ധമായി മാന്യമായി ജോലി ചെയ്താലൊന്നും അംഗീകാരമില്ല. ഇത്തരത്തിലുള്ള പോക്കൃത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കാണ് അംഗീകാരം എന്ന് തോന്നുമ്പോൾ സത്യസന്ധന്മാരായ ആളുകളാ പിന്നെന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത് എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് സർക്കാരിന്റെ പോലീസ് നയമാണ് ഇതിന് ഉത്തരവാദി. പോലീസിനെ അവരുടെ പാട്ടിന് വിടണം. അവരിൽ നിയന്ത്രണമാവാം. അവർ നിയമം ലംഘിക്കുന്നുണ്ടോ അല്ലെ നിയമം പറഞ്ഞ പോലെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം, നിയന്ത്രിക്കണം. പക്ഷെ അവരെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിക്കുകയും ശരിയായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ പോലീസുകാരുടെ ഇടയിൽ ദുഷിപ്പുണ്ടാവുന്നത്. പലരും ക്രിമിനലുകളായി മാറും. ഓക്കെ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN അസ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് അസ്കർ, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ഗുണ്ട പോലീസുകാരനെ ചവിട്ടിക്കൊന്നപ്പോൾ നമ്മളൊക്കെ വേദനിച്ചിരുന്നു. ഇപ്പോൾ ആ വേദന പത്തനംതിട്ടയിലെ പോലീസ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതാണോ അഡ്വക്കേറ്റ് അസ്കർ? അൽനമ്പൂരിലെ ഇപ്പോഴും കൊളോണിയൽ ഹാങ് ഓവർ മാറാത്ത കുറെ പോലീസുകാർ കേരള പോലീസിലുണ്ട്. അപ്പോ അവർ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർക്ക് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ആ ശവമാടത്തിലെ മണ്ണിന്റെ നനവ് പോലും മാറുന്നതിന് മുമ്പ് ആണ് നാം ഇപ്പോ പത്തനംതിട്ടയിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രശ്നമല്ലെന്ന്. കേരള പോലീസിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. അവരെ ഇങ്ങനെ ഗുരുതരമായി ഇത്തരം പെരുമാറ്റങ്ങൾ നടത്തുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ആ ക്രിമിനലുകളെ പോലീസ് സേനയെ വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഇടതുപക്ഷ നയത്തിന് വ്യതിയാനമായി പോലീസ് സേനയിൽ അതെങ്ങനെയാ നാളെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് പ്രൊമോഷൻ കൊടുക്കും? അതാണല്ലോ കേരള പോലീസിന് നേതൃത്വം നൽകുന്നവർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അതാണല്ലോ ചെയ്തത്. നമുക്കറിയാലോ, വാളയാർ പെൺകുട്ടികൾ അവരുടെ ദുരൂഹ മരണം അത് അന്വേഷിച്ച സോജൻ, ആ കുട്ടിയുടെ അമ്മ സോജനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. സോജൻ ഇപ്പോൾ IPS-കാരനാണ്. ആരാ IPS കൊടുത്തത്? ഞാനോ നിങ്ങളോ അല്ല, ആഭ്യന്തര വകുപ്പ്. ഇതാണല്ലോ, ഇത്തരത്തിലാണല്ലോ പ്രോത്സാഹനം നൽകുന്നത്. ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട സ്ഥാനക്കയറ്റങ്ങളെയും സ്ഥാനമാനങ്ങളെയും സംബന്ധിച്ച് നിയമം കൃത്യമായി അനുശാസിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാരിന് ബാധ്യതയുണ്ട്. ഇല്ല, എനിക്ക് വിയോജിപ്പുണ്ട്. അതിൽ വിയോജിപ്പുണ്ട്. ക്രിമിനലായ ഒരു ഉദ്യോഗസ്ഥന് IPS കൊടുക്കണമെന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ സർ? അങ്ങനെയല്ല. ക്രിമിനലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ നിന്ന് പിടിച്ചു പടിക്ക് പുറത്ത് കളഞ്ഞ ചരിത്രമുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെന്നറിയാമോ? അപ്പോ അത്തരത്തിൽ പിരിച്ചുവിടുന്നതിന് ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ആ ഇടതുപക്ഷ സർക്കാർ ഇതിന്റെ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷ പോലീസ് നയം നടപ്പിലാക്കുന്നതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ തുനിഞ്ഞാൽ ഇപ്പോ ആ SIക്ക് സസ്പെൻഷൻ മാത്രമാണ്. അന്വേഷണ വിധേയമായി ബാക്കി നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ സേനയ്ക്ക് പുറത്തു പോകേണ്ട ആളാണെങ്കിൽ അയാൾ സേനയ്ക്ക് പുറത്തു പോയിരിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതിനൊക്കെ മടിയില്ലാത്ത നടപടി എടുക്കുന്നതിന് ആർജവും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷത്തിൻ്റെത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവം നിങ്ങൾ പറയുന്നു. ഇപ്പോ വാളയാർ സംഭവം പറഞ്ഞു. വാളയാർ സംഭവത്തിൽ CBI ഒരു കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ അതിലെ പരാതിക്കാരി പോലും പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടത്തിയിട്ടുള്ള എത്ര കേസുകൾക്ക്, അതിക്രമങ്ങൾക്കെതിരെ അതിൽ കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് ശിക്ഷിച്ച ആ പ്രതികളെ ജയിലിൽ സമയബന്ധിതമായ അന്വേഷണം പൂർത്തീകരിച്ച് ജയിലിനുള്ളിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലുവയിലെ പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള പീഡനം, അതിനെ തുടർന്ന് നടന്നിട്ടുള്ള കൊലപാതകവും, അതുപോലെ എത്ര കേസുകൾ ഇടതുപക്ഷ കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിലുള്ള കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ സമയബന്ധിതമായി 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുക്കുകയും സമയബന്ധിതമായി അതിന്റെ ഫൈനൽ കേസ് നടത്തി ആ കേസിലെ പ്രതികളെ ശിക്ഷിപ്പിക്കുന്നതിലുള്ള ആർജവം കാണിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് സേനയിൽ ഏതെങ്കിലും കുറുക്കന്മാർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ചിരിക്കുക. അവരെ കണ്ടെത്തുന്നതിനും അവരെ സേനയ്ക്ക് പുറത്താക്കുന്നതിനും സേനയുടെ സൽപ്പേരിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടാക്കുമെങ്കിൽ അവരെ ഈ സേനയിൽ വെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അല്ല, നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചത് കണ്ടല്ലോ. പത്തനംതിട്ടയിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന ഒരു +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. എന്നിട്ട് അയാൾക്കെതിരെ നടപടി എടുത്തില്ലല്ലോ. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ വിവരങ്ങളില്ല.
ഒരുപക്ഷെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും ഇതോടൊപ്പം തന്നെ പരിഹരിക്കുന്നേ. ആ പരാതിയിൽ സത്യസന്ധത, അങ്ങനെ ഒന്നും കുട്ടികളെ തല്ലിയിട്ട് ഒരു പോലീസ് ഏമാന്മാരും അങ്ങനെ ചട്ടമ്പിത്തരം കാണിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഈ ഗവൺമെന്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നുണ്ട് എന്ന് കൃത്യമായി ഗവൺമെന്റിനും അറിയാം, ഇടതു മുന്നണിക്കും അറിയാം. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും യൂണിഫോം ഇടാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെ ലോക്കൽ പോലീസിൽ ഇരുത്താതെ സ്പെഷ്യൽ യൂണിറ്റുകളിലേക്ക് മാറ്റിയ ചരിത്രം ഈ ഗവൺമെന്റ് ഉണ്ട്. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അവരുടെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തികൾ നോക്കിയിട്ടാണ്. മിടുക്കന്മാരായിട്ടുള്ള ഓഫീസർമാർ കേരള പോലീസിലുണ്ട്. അഡ്വക്കേറ്റ് അസ്കർ, മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ പലരും ഈ ലോ ആൻഡ് ഓർഡറിൽ അവരെ ഇരുത്താതെ അവരെ പുറത്ത് ഇരുത്തുന്നതും ഈ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. നോക്കൂ, ഇവിടെ പാർട്ടി ഓഫീസാണല്ലോ തീരുമാനം എടുക്കുന്നത്. ആ ഏരിയയിൽ ആരൊക്കെ വേണം, പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക. അതാണല്ലോ നാം കാണുന്നത്. ഇത് 1957 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടിയുടെ സ്ലീപ്പിംഗ് സെല്ലുകളാണ് പോലീസ് സ്റ്റേഷനിൽ നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉള്ള ആക്ഷേപം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് അത്തരത്തിൽ പാർട്ടി ഓഫീസ് അല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയാണ്. ആഭ്യന്തര വകുപ്പ് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലീസ് സേന വലിയ തോതിൽ നവീകരിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. യൂണിഫോംഡ് ഫോഴ്സ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. മാധ്യമങ്ങളെ കാണാനുള്ള അവകാശമില്ല. പക്ഷെ പലപ്പോഴും അതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നു കുറെ കഴിയുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പോലീസ് സേനയെ നമുക്ക് കുറ്റം പറയേണ്ടി വരുന്നത്. അവരെ മുറയിൽ തകർക്കുന്ന തരത്തിൽ, അവരെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുക. കാര്യം നാം കണ്ടതാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം, അതിന്റെ തീരാ നഷ്ടം സേനയ്ക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം. അപ്പോൾ അങ്ങനെ പോലും തന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇറങ്ങി ഇടപെടാൻ കഴിക്കുന്ന ധൈര്യവും ആർജവുമുള്ള ആളുകൾ ഇപ്പോഴും ഈ പോലീസ് സേനയിലുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ശ്യാമപ്രസാദ്മാർ ചേർന്നാണ് ഈ സേനയെ കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള, അവരെ അഭിനന്ദിക്കാനുള്ള ഒരു ധൈര്യം കൂടി കാര്യത്തിൽ ശ്രീ അനിൽ നമ്പ്യാർ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ എപ്പോഴും നല്ല ഉദ്യോഗസ്ഥരെ അവരെ അഭിനന്ദിക്കാറുണ്ട്. പലരെയും വ്യക്തിപരമായി ടെലിഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്, നല്ല ഉദ്യോഗസ്ഥരെ. അതേസമയം തെറ്റ് ചെയ്യുന്നവരെ, ഇതുപോലുള്ള കാട്ടാളന്മാരെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്, അവരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത സേനാപതി വേണു, നേരത്തെ ശ്രീ പത്മനാഭൻ ചേട്ടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വബോധമുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യില്ല. അവരുടെ പ്രവൃത്തിയൊന്ന് ദൃശ്യങ്ങളിലൂടെ അവരുടെ ഇടപെടലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കാം, ഐദർ ബൈ ലിക്കർ ഓർ ബൈ ഡ്രഗ്സ്. അതിനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? ഞാൻ നമ്പ്യാരെ ഇതിനെ കുറച്ചുകൂടി ഒരു ഭയാനകമായിട്ട് കാണുക. മറ്റൊന്നുമല്ല, ഇപ്പോ ഒരു വീട്ടമ്മയും അവരുടെ ഭർത്താവും പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഹസ്കർ എത്ര ലാഘവത്തോടെയാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ ഹസ്കർ ആണ് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വഴി സൈഡിൽ ഇറങ്ങി നിന്ന് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ, അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക, സപ്പോസ്. ഇനി രാംകുമാർ സാറ്, മുതിർന്ന അഭിഭാഷകൻ, ഒരാവശ്യത്തിന് വഴി സൈഡിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ സാറ്, ഞാൻ നാളെ നിൽക്കാം, അനിൽ നമ്പ്യാർ നാളെ നിൽക്കാം. അപ്പൊ ഇന്നലെ ആ വീട്ടമ്മമാര് നിന്നെടുത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ തലക്കിട്ട് അടി കിട്ടിയല്ലേ അനിൽ നമ്പ്യാര്? കാരണം ഇപ്പൊ എന്റെ മുഖത്ത് ഇപ്പൊ ഞാൻ സേനാപതി വേണു എന്നും പറഞ്ഞ ആം ആദ്മി പാർട്ടിക്കാരൻ വെക്കുന്ന ഒരു തൊപ്പിയും വെച്ച് നമുക്ക് നടക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകൻ രാംകുമാർ സാറ് ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? വഴിയിൽ കാണുന്നവനെ അങ്ങ് പോലീസ് വന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹസ്കർ പറഞ്ഞതിന്റെ ആ ഒരു ന്യായീകരണം. പോലീസിന്റെ കൊളോണിയൽ സ്വഭാവം അല്ല ഹസ്കറെ, ഇത് ചെന്താമരയുടെ മാനസികാവസ്ഥയുള്ള പോലീസുകാരാണ് അവരാ. ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നാളെ ഇപ്പോ ഈ വീട്ടമ്മയും അവരുടെ ഭർത്താവും അല്ലാതെ നമ്മൾ ആരെങ്കിലും ആയിരുന്നു ഈ സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോയവർ നിന്നതെങ്കിൽ നമുക്കിട്ടും കിട്ടൂലോ അടി? സംശയമുണ്ടോ ആ കാര്യത്തിന്? കാരണം വരുന്നവൻ ഇറങ്ങുന്നത് വഴിയിൽ കണ്ണവന്റെ തലക്കിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോ ഇത് ശ്രീപത്മനാഭൻ സാർ പറഞ്ഞ പോലെ പോലീസ് സേനയ്ക്ക് സംഭവിച്ചിരിക്കുന്ന എന്തോ ഒരു ദുരന്തത്തിന്റെ പരിണിത ഫലമാണ്. ഞാൻ മിനിഞ്ഞാൻ നാളത്തെ ശ്യാം പ്രസാദിന്റെ സംഭവത്തിന് ശേഷം മനോരമ എഴുതിയ മുഖപ്രസംഗം, ആ ചവിട്ട്
കേരളത്തിന്റെ നെഞ്ചിനിട്ട് കിട്ടിയ ചവിട്ട് എന്നാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടേറ്റ് മരിക്കുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ ഒരു കാര്യവും അത് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യവുമാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പോലീസുകാർക്കൊപ്പം നിൽക്കും, ഒരു സംശയവുമില്ല. നമ്മൾ കണ്ടു പെരുമ്പാവൂരിൽ, എറണാകുളത്ത് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവർക്ക് മുലയൂട്ടുന്ന പോലീസുകാരി അമ്മയെ നമ്മളെല്ലാവരും പ്രകീർത്തിച്ചതല്ലേ, നമ്മളെല്ലാവരും ചർച്ചയിൽ. ആ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സേനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇവിടെ ചെയ്തത്? ഇവിടെ ഞാൻ ചോദിക്കുന്ന, ഇനിയിപ്പോ ഒരു ബഹളം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരികയാണെങ്കിൽ ഇറങ്ങുന്ന വഴി അവർ ലാത്തി ചാർജ് ചെയ്യണം. അത് ഇപ്പൊ എന്നേക്കാൾ എത്രയോ പരിണിതപ്രജ്ഞരായ 2 അഭിഭാഷകരാരുണ്ട് ഇരിക്കുന്നത്. പോലീസ് ആക്ടും പോലീസ് മാനുവലും CRPC, നമ്മൾ നിയമവാഴ്ച നിൽക്കുന്ന ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ എന്താ പറഞ്ഞ ചില തെലുങ്ക് ചിത്രങ്ങൾ, ബാബു ആന്റണി ചിത്രങ്ങളിൽ കാണുന്ന പോലെ ലാത്തിയുമായിട്ട് ഇറങ്ങി ആളുകളെ അടിക്കാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തിട്ടുള്ളത്? അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ. ഇവിടെ ഇയാളെ ഈ സസ്പെൻഷനോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടിയോ അല്ല വേണ്ടത്. ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് അത് പഴയ IPC പ്രകാരം 307 തലക്കടിച്ച ഒരാളെ കൊല്ലാനുള്ള ശ്രമമാണ്. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ഓഫ് മർഡർ. അത് 307 വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇനി അത് 307 സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ 308 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഇപ്പോ അത് BNS വന്നു കഴിഞ്ഞപ്പോൾ 109ഉം 110ഉമായി മാറി. ഇനി അതോടൊപ്പം തന്നെ ഗൗരവമായ മറ്റൊന്നാണ് ഒരാളുടെ കൈ തല്ലിയൊടിക്കുക. മാരകമായി ഒരാളുടെ കൈ തല്ലിയൊടിക്കുക എന്നുള്ളത് പഴയ 326, ഇപ്പൊ 118(2). ഇതൊക്കെ 7 വർഷം മുതൽ അതിന് മുകളിലേക്കോ അതിനടുത്തോ പണിഷ്മെന്റ് കിട്ടാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ പോലീസ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇയാളെ സ്റ്റേഷനിൽ നിന്ന് വേറെ എങ്ങോട്ട് മാറ്റുകയോ എന്നുള്ളതല്ല. പോലീസ് കൃത്യമായി FIR രജിസ്റ്റർ ചെയ്യണം. ചിലപ്പം ആ സാധുക്കൾക്ക് കൃത്യമായിട്ട് മൊഴിയൊന്നും പറയാൻ പറ്റിയല്ല. ഞങ്ങളുടെ തലക്കിട്ട് അടി കിട്ടിയത് മരണകാരണമാകുമായിരുന്നു എന്ന പാവങ്ങൾക്ക് മൊഴി പറയാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. കാരണം അവർ സാധാരണക്കാരാണ്. അത് കൃത്യമായിട്ട് അതിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണം, ഇയാളെ റിമാൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇയാളെ അടിയന്തരമായി പോലീസ് സേനയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതല്ലാതെ അതിന് വേറെ എക്സ്ക്യൂസോ എക്സ്പ്ലനേഷനോ ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, ഇത് ചെന്താമരയുടെ മനസ്സുമായിട്ട് പോലീസ് സേനയിൽ നിൽക്കുന്ന ഇത്തരം ക്രിമിനലുകൾ, ഈ ക്രിമിനലുകൾ ഇപ്പൊ മുമ്പ് ശ്രീപത്മനാഭൻ സാർ പറഞ്ഞപ്പോഴാണ് ഞാനും പത്രത്തിൽ വായിച്ചു, ഒരു +2 വിദ്യാർത്ഥിയെ, ഇതിവിടെ മാത്രമല്ല മലപ്പുറത്ത് ഒരു +2 വിദ്യാർത്ഥിയെ പോലീസ് ജീപ്പിനകത്തേക്ക് തലയിട്ട് ഇൻസ്പെക്ടർ അവന്റെ മുതുകത്ത് ഇടിക്കുന്നത് ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം അപ്പൊ DYSP അന്വേഷണം നടത്തി. കുഴപ്പമൊന്നുമില്ലെന്നേ, അത് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തതാ. എന്താണ് അനിലെ പോലീസിന് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ? ഇവിടെ ബഹുമാന്യായ രാംകുമാർ സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്നതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 78-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആദ്യം നിയമസഭയിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ആ പൊതി അഴിച്ച് അദ്ദേഹം നിയമസഭയെ കാണിക്കുക, ചോര പുരണ്ട ഒരു ഷർട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പുലിക്കോടൻ നാരായണന്റെ നേതൃത്വത്തിൽ എന്നെ ലോക്കപ്പിൽ മർദ്ദിച്ചപ്പോ ആ മർദ്ദനത്തിൽ എന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റുവീണ ചോരയാണ്. ഷർട്ട് ഊരണമെന്ന് പറഞ്ഞ് ഞാൻ ഊരിയില്ല. പോലീസ് എന്നെ മൃഗീയമായിട്ട് വർദ്ധിച്ചു. പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ ആഴ്ചയിൽ മനോരമ ഒരു സപ്ലിമെന്റ് ഇറക്കി. ആ സപ്ലിമെന്റിന്റെ തലക്കെട്ട് മിന്നൽ പിണറായി എന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അല്പം കൂനിയാണ് നടക്കുന്നത്. അപ്പൊ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് ആ കൂനിന്റെ കാരണം പുലിക്കോടൻ നാരായണൻ അദ്ദേഹത്തെ മുട്ടുകാലിനിടയിൽ വെച്ച് നട്ടലിന് ഇടിച്ചതാണ്. അന്ന് ഇടിച്ചിട്ടുള്ള ക്ഷതത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു ചെറിയ രീതിയിൽ കൂനിൽ നടക്കുന്നത്. അതല്ലാതെ വിനയം കൊണ്ടോ അല്ലെങ്കിൽ ലാളിത്യം കൊണ്ടോ നടക്കുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ പോലീസ് മർദ്ദനത്തിന്റെ കഥ നിയമസഭ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ആഭ്യന്തരമന്ത്രിയും അതിനുശേഷം വന്ന മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോ ഈ പോലീസ് മർദ്ദനത്തിന്റെ കഥകൾ കഴിഞ്ഞ 45 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് ഭരിക്കുന്ന ഒരു നാട്ടിൽ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാ ഇതിന് ഒരു ധൈര്യമുണ്ടായത്? ആ ധൈര്യം മറ്റൊന്നുമല്ല, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ജുവൽ കുര്യാക്കോസും MD തോമസും അവര് ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ട് നടക്കുന്ന ആള് 6 അടി ഉയരമുള്ള ഇരുമ്പ് ദണ്ടുമായിട്ട് വന്ന് അയാൾ സഫാരി സ്യൂട്ടിൽ ചാടി ഇറങ്ങി ഈ ചെറുപ്പക്കാരുടെ തലയിലേക്ക് നടത്തുന്ന ആ പ്രഹരം അത് കേരളം കണ്ടതല്ലേ? അത് എന്ത് നടപടിയാണ് എന്നിട്ട് സ്വീകരിച്ചത്? എന്നിട്ട് അവരെ ന്യായീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം, ഞങ്ങൾ എന്ത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് സംരക്ഷണമുണ്ട്. ഞാന് നമ്പ്യാരെ ഈ ഒരു അടി അത് കൂത്താട്ടുകുളത്തെ പോലീസ്, ഒരു മിനിറ്റ്, അത് കൂത്താട്ടുകുളത്തെ പോലീസ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തലയിൽ കൊടുത്തിരുന്നെങ്കിൽ
കലാരാജു എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ ഇന്ന് അവർക്ക് ചികിത്സയ്ക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു, അവരെ തട്ടിക്കൊണ്ടു പോവുക. മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബിനുവിന്റെ സാന്നിധ്യത്തിൽ അവർ 50ഓളം പോലീസുകാർ നിൽക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അവരെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനങ്ങുന്നില്ല. എങ്ങോട്ടാണ് സാർ കേരളം പോകുന്നത്? പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു, വല്ലാതെ രാഷ്ട്രീയവൽക്കരിച്ചിരുന്നു. ഒരു കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതല്ലേ, CPM-ന്റെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് ഇപ്പോൾ MLA സഖാവ് വി ജോയി ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയെ ക്ലിപ്പിട്ട് പിടിക്കുന്നു, കഴുത്തിന് ോട്ട് നിർത്തുക. ഒരു കേസും നടപടി ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രിമിനലുകൾ കഴിഞ്ഞാടാനും ആ ക്രിമിനലുകൾക്കുള്ള സഹായവും പോലീസ് ചെയ്തു കൊടുക്കുന്നു. ക്രിമിനലുകളെ അല്ല പോലീസ് അടിച്ചോടിക്കുന്നത്, ക്രിമിനലുകളെ അല്ല നേരിടുന്നത്, പാവപ്പെട്ട ആളുകളെ തല്ലിച്ചതയ്ക്കുന്നു, ക്രിമിനലുകൾ സ്വച്ഛന്തം വിഹരിക്കുന്നു. അതുകൊണ്ടാണ് ചെന്താമര വീണ്ടും ആളെ കൊല്ലാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കൂത്താട്ടുകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒരു ദലിത് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാലരാമപുരത്ത് എന്താ പറഞ്ഞ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മാതാപിതാക്കളെ തീവെച്ചു കൊന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവൻ മാതാപിതാക്കളെ തീവെച്ചു കൊല്ലുന്ന സ്ഥിതിവിശേഷം. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? കേരളത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ, ജോലി ചെയ്യാൻ താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ക്രമസമാധാന നില പാലിക്കാൻ താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്ക് സർവീസിൽ നിൽക്കാൻ പറ്റത്തില്ല. 826 പോലീസുകാർ, നമ്പ്യാരെ ഞാൻ ഹസ്കർ കേൾക്കാൻ പറയുകയാണ്, 826 പോലീസ് ഉദ്യോഗസ്ഥർ. അത് സാധാ പോലീസ് അല്ല, CPOയോ കോൺസ്റ്റബിളോ അല്ല, മറിച്ച് ASI മുതൽ SP റാങ്കിൽ വരെയുള്ള 826 പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് പ്രിമച്വർ റിട്ടയർമെന്റ് വേണം, ഇതിൽ തുടരാൻ പറ്റില്ല എന്ന് അവർ എഴുതി കൊടുത്തിട്ട് അവർ മാറി നിൽക്കുക. എന്താ കാരണം എന്നറിയോ? ഇതിനകത്ത് നടക്കുന്നത് ഇപ്പൊ പോലീസ് സേനയുടെ പണി പഴയ ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോയുടെ പണി എന്താ? ഹിറ്റ്ലറുടെ എതിരാളികളെ മർദ്ദിക്കുക, അവരെ കേസിൽ പെടുത്തുക. അതുപോലെ തന്നെ പഴയ സർ CP രാമസ്വാമി അയ്യരുടെ 5 രൂപ പോലീസ്, രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കാനും അവരെ തല്ലാനുമുള്ള ഉപകരണമാണ് 5 രൂപ പോലീസും ഗെസ്റ്റപ്പോയും. കേരളത്തിലെ പോലീസ് സേനയെ അങ്ങനെയാക്കി മാറ്റിയതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞങ്ങള് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരോട്, നല്ല പോലീസ് ഉദ്യോഗസ്ഥരോട് വിനയപൂർവ്വം അവരുടെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഈ പറയുന്ന ജിനുവിനെ പോലുള്ള ആളുകൾ, പണ്ട് തൊടുപുഴയിലിരുന്ന ശ്രീമോനെ പോലുള്ള ആളുകൾ, അത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഷാജിയെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഞങ്ങൾ അവരെ കുറിച്ചാണ് വിമർശിക്കുന്നത്. അതല്ലാതെ സത്യസന്ധമായി നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഞങ്ങൾ അവരുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്കിടയിൽ മാങ്ങ മോഷ്ടിക്കുന്ന പോലീസുകാരനും മരണവീട്ടിൽ ചെന്ന് സ്വർണം മോഷ്ടിക്കുന്ന പോലീസുകാരനും ഈ രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും, ഇവിടെ 354 പഴയ വകുപ്പ്, കാരണം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം അതുകൂടി SIക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ചാർജ് ചെയ്യേണ്ട. വഴിയിൽ കാണുന്ന സ്ത്രീകളെ ലാത്തി ഉപയോഗിച്ച് അടിക്കാൻ ആരാണ് സാർ ഇയാൾക്ക് ധൈര്യം കൊടുത്തത്? ഇവിടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചല്ലോ, ഇത് കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത്? ഇവിടെ മനുഷ്യൻ രോഷം കൊണ്ടില്ലെങ്കിൽ, ഇവർക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, ഇത് പോലീസിനെതിരെയുള്ള പ്രതികരണമല്ല, മറിച്ച് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പ്രതികരണമാണ്. ഈ പുഴുക്കുത്തുകളെ പോലീസ് സേനയിൽ നിന്ന് അടിയന്തരമായി അവരെ മാറ്റണം. ഈ KSUവിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശിരസ് തല്ലി തകർത്തവർ ഉൾപ്പെടെ ഈ ക്രിമിനൽ കേസുകളിൽ പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയും സേനയിൽ തുടർന്നാൽ അത് കേരളത്തിൽ പോലീസിനോടുള്ള ജനങ്ങളുടെ ആ വിശ്വാസം തന്നെ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ആളുകൾ നിയമം കയ്യിലെടുക്കും. തീർച്ചയായും അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ്, പോലീസിന് തന്നെ അപമാനമാണ്. രാംകുമാർ സാർ, നോക്കൂ, ഇവിടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഗുണ്ടകളെ സ്വാഭാവികമായിട്ടും പേടിക്കണം. നോക്കൂ, ഇപ്പോൾ പോലീസിനെയും പേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഈ SI ജിനുവിനെ ആദ്യം സ്ഥലം മാറ്റിയത് എങ്ങോട്ടാ? SP ഓഫീസിൽ കൊണ്ടുപോയിരുത്തി. പിന്നെ പ്രതിഷേധം കനത്തപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഗുരുതരമായിട്ടുള്ള ചാർജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു FIR ഇടേണ്ടതല്ലേ? മാത്രമല്ല, ഇത് SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അറ്റംപ്റ്റ് ടു മർഡർ അല്ലെ, തലക്കടിക്കുക എന്ന് പറയുന്ന, സാധാരണ ലാത്തി കൊണ്ട് തലക്കടിക്കരുത്, മുട്ടിന് താഴെ മാത്രമേ മർദ്ദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പോലീസ് മാനുവലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറ്റംപ്റ്റ് ടു മർഡർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെ സമീപിക്കേണ്ടതല്ലേ? ഇവിടെ
എൻ്റെ സുഹൃത്ത് ഹക്സറിൻ്റെ അവകാശവാദം കേട്ട് വളരെ രസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സേനയിൽ മോശമായി പെരുമാറുന്ന ഒരാളെയും ഇടതുപക്ഷ സർക്കാർ സേനയിൽ തുടരാൻ അനുവദിക്കില്ല. എത്ര പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്, എത്ര പേർക്കെതിരായി ശിക്ഷണ നടപടികൾ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല എന്ന് ധൈര്യമായിട്ട് പറയാം. കാരണം പോലീസ് സേന രാഷ്ട്രീയവൽക്കരിച്ചു. ഉദാഹരണത്തിന് ശബരിമല തീർത്ഥാടന സമയത്ത് അവിടെ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുകൾ തല്ലി തീർത്ത ആരാ? പോലീസുകാരാണ്. എന്തെങ്കിലും നടപടിയെടുത്തോ? തൃശ്ശൂർ പൂരം കലക്കി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? സനാതനധർമ്മത്തിനോടുള്ള വിരോധം കാണിച്ചതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷ സർക്കാർ ചിലപ്പോൾ അവരെ പ്രത്യേക പരിഗണനയിൽ നിർത്തിയിട്ടുള്ളത്. എനിക്ക് വാസ്തവത്തിൽ എൻ്റെ സുഹൃത്ത് അക്തർ പറഞ്ഞു കേട്ടപ്പോൾ ചിരിക്കാനാണെന്ന് തോന്നി. എത്ര പോലീസുകാർക്കെതിരായി ജനങ്ങൾക്ക് നേരെ അതിക്രമം കാണിച്ചോ, പോലീസ് മർദ്ദനം നടത്തിയോ, ലോക്കപ്പിലിട്ട് കൊലപാതകം നടത്തിയോ ഇടതുപക്ഷ ഗവൺമെൻറ് നടപടിയെടുത്തിട്ടുണ്ട്. മറിച്ച് മനോജ് ബ്രാവിനെ പോലെ പാവപ്പെട്ട ആദിവാസി സ്ത്രീകൾ, അയ്യപ്പ ഭക്തരായിട്ടുള്ള സ്ത്രീകളെ തല്ലിച്ചതച്ചവർക്ക് പ്രൊമോഷൻ കൊടുക്കില്ലേ ചെയ്ത്. ഇപ്പോൾ ഇവിടെ നേരത്തെ വാളയാർ കേസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഇടതുപക്ഷ പുരോഗമന സർക്കാരും കാണിക്കുന്നുണ്ട്. ഭരണപക്ഷത്തിൻ്റെ സ്വഭാവം ഭരണത്തിലിരിക്കുമ്പോൾ അവരും കാണിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ഒരു മാറ്റവും ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, നേടിയിട്ടുമില്ല. അപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യും പോലെ തന്നെ തങ്ങളുടെ മർദ്ദക വിഭാഗത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഈ ഇടതുപക്ഷ സർക്കാരും നടത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന PV അൻവറാണ് പറഞ്ഞ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന തിരുവനന്തപുരത്തൊരു പ്രത്യേകം പാർട്ടി സഖാവാണെന്ന്. ഞാൻ പറഞ്ഞതല്ല. അപ്പം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ജനങ്ങൾക്ക് പോലീസ് സേനയെക്കുറിച്ച് എന്ത് മതിപ്പാണ് ഉണ്ടാകുക? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ അത് നശിപ്പിക്കാനും സ്വൈരമായി ജീവിക്കുന്ന പാവപ്പെട്ടവരെ അതിനനുവദിക്കാതിരിക്കുന്നതുമായിട്ട് കർശനമായ ശിക്ഷാ നടപടി എൻ്റെ സുഹൃത്തിന് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് വരെ ഇടതുപക്ഷ സർക്കാർ എന്നല്ല ഒരു സർക്കാരും എടുത്തിട്ടില്ല. കാരണം സർക്കാരിൻ്റെ ഭരണനിർവഹണത്തിന് അനുസൃതമായി തല്ലിച്ചതക്കേണ്ടവരെ തല്ലിച്ചേരിക്കാനുള്ള ഒരു ഉപകരണമായി അതപ്പതിച്ചിരിപ്പിക്കുകയാണ് നിർഭാഗ്യവശാൽ പോലീസുകാർ. പലരും പലരും ജോലി സമ്മർദ്ദം കൊണ്ട് ജോലി വിട്ടു പോകണം എന്നുള്ളത് ശരിയാണ്. പലരും നിരാശരാണ്, പക്ഷെ നിസ്സഹായരാണ്. ആ കാര്യം മനസ്സിലാക്കി അത് പരിഷ്കരിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടി ജില്ലാ സമ്മേളനം നിന്ന് കിട്ടുന്ന സന്ദേശം വെച്ചുകൊണ്ടെങ്കിലും പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാവണ്ടേ? പ്രതിപക്ഷമല്ല, പ്രതിപക്ഷ നേതാവോ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളല്ല പറയുന്നത്, സ്വന്തം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ പേരെടുത്ത് പറയുന്നു പലരും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച്. എന്നിട്ടും എന്തെങ്കിലും പരിഷ്കാരം നടത്താൻ തയ്യാറുണ്ടോ? അതുകൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ അവകാശവാദങ്ങൾ അത്ര ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, എന്തായാലും സസ്പെൻഷൻ അത് ഏറി വന്നു കഴിഞ്ഞാൽ 6 മാസം അല്ലേ? വീണ്ടും ഇയാളെ ഈ SIയെ റീഇൻസ്റ്റേറ്റ് ചെയ്യും അല്ലേ? വീണ്ടും ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡറിൽ തന്നെ ഇരുത്തും. അങ്ങനെയല്ലേ നമ്മൾ കാണാറുള്ളത് അല്ലേ? അല്ല, ഈ എറണാകുളത്ത് ഒരു ഹെൽമെറ്റ് ധരിക്കാത്ത ആളെ തല്ലി അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ ഉണ്ടായ സാഹചര്യമുണ്ടല്ലോ. ആ പോലീസ് ഉദ്യോഗസ്ഥന് എന്തായി എന്ന് നമുക്കറിയില്ല. ഞാനത് കുറെ ഫോളോ ചെയ്തു, പക്ഷെ എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല. അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാളെ തിരിച്ചെടുക്കുമല്ലോ. അപ്പോ ഇതൊക്കെ ഇൻസെൻസിറ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. അതായത് സർക്കാരിന് ഇതിലൊന്നും വലിയ ഒരു ആത്മരോഷമോ അല്ലെങ്കിൽ വേദനയോ ഇല്ല.
സർക്കാരിന് അവരവരുടെ കാര്യങ്ങൾ ദൈനംദിനം നടക്കണം. അതിനിടയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് 4 ദിവസം ഇവിടെ ചർച്ചയാവും, ഒരു സസ്പെൻഷൻ കൊടുക്കും, അത് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കും, പിന്നെ അത് അങ്ങനെ പോകും. എന്താ പ്രശ്നം അറിയോ? പണ്ട് കാലങ്ങളിൽ CPM ഭരിക്കുന്ന സമയത്ത് അവരുടെ പാർട്ടി സംവിധാനം അതിശക്തമായിരുന്നു. ഈവൻ അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് വരെ ആ ഭരണത്തിലെ ഓരോ ചെയ്തികളെയും വിലയിരുത്താനും അഭിപ്രായം പറയാനും പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പാർട്ടി ഇല്ലല്ലോ. ഇന്ന് ഏകഛത്രാധിപതിയുടെ ഭരണമല്ലേ. ഇന്ന് എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുകയാണല്ലോ. ഒരു സംവിധാനത്തിനും അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇടപെടാനോ അവരെ ഉപദേശിക്കാനോ ഒന്നും സാധ്യമല്ല. ഇന്ന് കേവലം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ദൗർഭാഗ്യവശാൽ ആ വ്യക്തി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമാണ്, മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ അവിടെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ചേർന്ന ചില കോക്കസുകളുണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തിരുത്തൽ ശക്തി ഇല്ല. ഒരു പ്രശ്നം അതാണ്, തിരുത്തൽ ശക്തി ഇല്ല കേരളത്തിലെ സർക്കാരിനോ പാർട്ടിക്കോ. തിരുത്തൽ ശക്തി ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്താലും അത് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ദൈനംദിന പ്രവൃത്തിയുടെ ഭാഗമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ 2 വിഭാഗം ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സത്യസന്ധമായി പ്രവർത്തിക്കണം, നിയമം നടപ്പിലാക്കണം, കാര്യങ്ങൾ ഭംഗിയിലും വൃത്തിയിലും നടക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ. കുറച്ചാളുകൾ ഈ തരത്തിലുള്ള പ്രവൃത്തി നടത്തുകയും എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഒക്കെ സഹായത്തോടെ സഹകരണത്തോടെയും ഒക്കെ എല്ലാം ചെയ്ത് എന്തും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു 800 ചില്ലാനം ആളുകൾ VRS എടുത്തു. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട് ഈ VRS എടുത്ത ആളുകൾ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, 60,000 രൂപ, 70,000 രൂപ, 80,000 രൂപയ്ക്ക് ശമ്പളമുള്ള ജോലിയാണ്. 1 കൊല്ലം 1.5 കൊല്ലം ബാക്കിയുണ്ട്. അവര് VRS എടുത്തപ്പോൾ എനിക്ക് ശരിക്കും വേദന തോന്നി. അല്ല, ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചിട്ട് എന്തിനാ VRS എടുക്കുന്നത്? അയ്യോ, ഇനി അതിന്റെ അകത്ത് തുടർന്നുകൂടാ, ഒരു നിമിഷം പോലും ഇരുന്നുകൂടാ, വയ്യ, മതിയായി എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോരുകയാണ്. ഇത്രയും വലിയ ശമ്പളം കിട്ടുന്ന ജോലി. അപ്പോൾ എത്രമാത്രം സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു സാഹചര്യം കേരള പോലീസിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അന്വേഷണം നടത്തി. അവിടെയൊന്നും ഇങ്ങനെ ആരും അല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചിലർ VRS എടുക്കുന്നുണ്ട് എന്നല്ലാതെ ഇത്രയേറെ സമ്മർദ്ദം കാരണം, ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത കാരണം, ഇത്രയേറെ ആളുകൾ VRS എടുക്കുന്ന ഒരു പോലീസ് സേന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാം, കാശ്മീരിലെ കൊടും തണുപ്പിലേക്കോ രാജസ്ഥാനിലെ കൊടും ചൂടിലേക്കോ ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചില പട്ടാളക്കാർ 15 കൊല്ലം 17 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ആരോഗ്യ പ്രശ്നം കൊണ്ട്, അവർക്ക് ഇനിയും ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷെ ഈ കേരളത്തില് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കേരളത്തിലുള്ളത് കടുത്ത സമ്മർദ്ദമാണ്. പോലീസ് സേനയിൽ ആത്മഹത്യ മറ്റൊരു സംഗതി, ആത്മഹത്യയാണ്. എത്ര പോലീസുകാരാണ് ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന കേരളത്തിലെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലീസാണെന്നാണ് ഇന്നാളെ ഒരു പത്രത്തിൽ എഴുതിയത്. ഇപ്പൊ VRS എടുക്കുന്നു ചിലർ സമ്മർദ്ദം സഹിക്കുക വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണോ നമ്മുടെ പോലീസിങ്, അല്ല ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകേണ്ടത്? ഇതൊക്കെ ഗൗരവമായ പഠനത്തിനും ഗൗരവമായ ചർച്ചയ്ക്കും വിധേയമാക്കണം. ഇതിൽ കൃത്യമായ തിരുത്തൽ നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ അവര് ഈ കണക്ക് തീർക്കും, അവര് നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് സംഭവിക്കാതിരിക്കാൻ ഇത് തിരുത്തണം. ഈ തെറ്റ് തിരുത്താൻ സർക്കാരും മറ്റു സംവിധാനങ്ങളും തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അഡ്വക്കേറ്റ് അസ്കർ, നമ്മുടെ ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നല്ല ഉദ്യോഗസ്ഥർ സേനയിൽ തുടരുന്നില്ല, അതേസമയം കാട്ടാളന്മാർ അധികാരം കൈയാളുകയാണ്. ഈ രീതിക്കൊരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചില്ലേ? നിശ്ചയമായും പോലീസ് സേനയിൽ നിരവധി സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും. ആ സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും അതിനെ മാറ്റുന്നതിനും ആവശ്യമായിട്ടുള്ള ജനകീയ ഇടപെടലുകൾ പോലീസ് സേനയ്ക്കുള്ളിൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിലൊരു സംശയമില്ല. ആരും അത്തരത്തിൽ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്നതിന് പലപ്പോഴും പോലീസ് സേനയ്ക്ക് ആവാറുണ്ട്. അത്തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഒഴിച്ചാൽ പോലീസ് സേനയുടെ പ്രവർത്തനം തൃപ്തികരമായും
നേരത്തെ ശ്രീ സേനാപതി വേണുവൊക്കെ സൂചിപ്പിച്ച് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ശ്രീ കെ കരുണാകരന്റെയും അതിനുശേഷം AK ആന്റണിയുടെയും ഒക്കെ ഭരണകാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും ഒക്കെ ഉണ്ടായിരുന്ന പോലീസ് സേനയുടെ അതിക്രമങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ വിദ്യാർത്ഥികളെ പോലും തെരുവിലിട്ട് തല്ലി മൃഗീയമായി മർദ്ദത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോ കേരള പോലീസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും അതിരുവിട്ട ബലപ്രയോഗങ്ങൾ അവിടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ചെയ്തു, UDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ചെയ്തു, അതല്ലല്ലോ വേണ്ടത്. അങ്ങനെ ന്യായീകരിക്കുകയല്ല ഞാൻ പറഞ്ഞത്, കണക്കുകൾ. അപ്പോ ആ പോലീസ് സേനയെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പോലീസ് സേനയ്ക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 93ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പഠന വിധേയമാക്കേണ്ട പ്രശ്നം തന്നെയാണത്. 2 പോലീസ് സേനയ്ക്കുള്ളിൽ 40 ലക്ഷത്തോളം വരുന്ന പോലീസ് അംഗങ്ങളുടെ അവരുടെ പ്രവൃത്തികളെ സംബന്ധിച്ചും അവരുടെ ജോലി ഭാരത്തെയും അവരുടെ ജോലി സമ്മർദ്ദത്തെയും നാം ഒരിക്കൽ പോലും കാണാറില്ല. ഞാൻ പോലീസിന്റെ നിശിത വിമർശകനായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കറിയാം, ഞാൻ എന്റെ വ്യക്തിപരമായ 3 പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് പോലീസ് സേന ഒരു ദിവസം പ്രവർത്തിക്കുന്നതെന്ന്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒരു ദിവസം 24 മണിക്കൂറും ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒന്ന് ഇരുന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒരു ദിവസം അവർ കൈകാര്യം ചെയ്യുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ മാത്രമേ പോലീസ് സേനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയാനാവും. നമുക്ക് ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇങ്ങനെ പ്രവർത്തിക്കാമായിരുന്നു എന്ന മുൻവിധിയോടുകൂടിയാണ് നാം അതിനെ സമീപിക്കുന്നത്. പകരം പോലീസ് സേനയിലെ ഓരോ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും പോലീസ് സേനയിലെ അംഗങ്ങളുടെ പ്രവൃത്തികളെ സംബന്ധിച്ചോളം കൃത്യമായി മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പത്തനംതിട്ട SIയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എത്ര പെട്ടെന്ന് അത് തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തെന്നാൽ അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള പ്രവൃത്തി അന്യായമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ആ ഉദ്യോഗസ്ഥന്റെ അതിക്രമം പരിക്കുകൾ പറ്റിയിട്ടുള്ള വ്യക്തികൾ അതിലെ ഇരകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാതികൾ നൽകുകയാണെങ്കിൽ പോലീസ് കേസെടുക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് പോകും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം എന്ന് പറയുന്നത്. ആരെയും സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നവും ഇല്ലല്ലോ. നിരപരാധികൾ സാധാരണക്കാരായി അത് പറയരുത്, ആരെയും സംരക്ഷിക്കുന്നില്ല എന്ന് പറയരുത്. മതിയായ സംരക്ഷണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തോന്നിയാസം കാണിക്കുന്നത് ഇവരൊക്കെ. അതുകൊണ്ടാണല്ലോ നെന്മാറ പോലീസിലെ SHOയ്ക്ക് നടപടി നേരിടേണ്ടി വന്നത്. ആരെങ്കിലും സംരക്ഷിച്ചിട്ടാണോ? തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? പക്ഷെ 2 ജീവൻ വില കൊടുക്കേണ്ടി വന്നില്ലേ സാർ? അല്ല, അത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയിൽ നമുക്കറിയാം. ഒരു കേരള പോലീസ് ആക്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു, നമ്മൾ ഓരോ വ്യക്തികളും ഓരോ വിഷയത്തെ അതിന്റെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയിൽ സംഭവിച്ചു പോയിട്ടുള്ള വലിയ പാളിച്ച, ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് ജാമ്യം റദ്ദാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഈ കൊലപാതകം ചെയ്യുമായിരുന്നില്ല എന്ന ഒരു പ്രിസംഷൻ നമുക്ക് ഇക്കാര്യത്തിൽ എടുക്കാം എന്നുള്ളതിനപ്പുറം യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ട ഒരു കൊലയാളിയുടെ മനോനില നമുക്ക് അളക്കാൻ കഴിയില്ല. ഒരാൾ തീരുമാനിച്ചുറച്ചൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നതിന് ആവാൻ കഴിയും എന്നുള്ളതാണ് മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ മുഴുവൻ അഭിപ്രായം. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ കാണണം. ഇപ്പോ ഒരു കുറ്റവാളി ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യും എന്ന് നമുക്ക് ഊഹിച്ചുകൊണ്ട് ആ കുറ്റവാളിയെ പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് കൊണ്ടുപോകുന്നുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല. ഒരു കേസിൽ മാത്രം പ്രതിയായിട്ടുള്ള ഒരാളാണ്. അവിടെ ചെന്താമരയെ അകത്തിടേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ജാമ്യം വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ ജാമ്യം റദ്ദ് ഉത്തരവാദിത്തം പോലീസ് ഉണ്ടായിരുന്നു. അവിടെ പാളിച്ച പറ്റി എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കില്ല. അതുകൊണ്ടാണ് ആ പാളിച്ച പറ്റിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നതിനുള്ള ആർജവം ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചത്. ഓക്കെ, അതൊക്കെ സേനാപതി വേണു, ഇവിടെ നോക്കൂ. ഈ FIRൽ പറഞ്ഞിരിക്കുന്നത് ആവലാധികാരിയുടെ വലത് ഷോൾഡറിന് പൊട്ടൽ സംഭവിക്കുകയും ഭർത്താവിൻ്റെ തലയിൽ മുറിവും കയ്യിൽ ഉരവും മറ്റും സംഭവിക്കാൻ ഇടയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വനിതാ പോലീസിൻ്റെ അസാന്നിധ്യത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഈ വഴിയിൽ കണ്ട ഈ
വനിതകൾ ഇപ്പൊ ഒരു ആർഗ്യുമെന്റിന് നമ്മൾ പറയാം, ഇപ്പൊ പുരുഷന്മാരെ കണ്ടപ്പോൾ അവർ അക്രമി സംഘത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരോ എന്നൊക്കെ വേണമെങ്കിൽ ധരിക്കാം. ഈ വഴിയിൽ കണ്ട ഈ സ്ത്രീകൾക്ക് നേരെ, ഇവിടെ സ്ത്രീ സുരക്ഷയെ കുറിച്ചാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്നത്. പെരുമ്പാവൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത് 2016 ജിഷയുടെ കൊലപാതകത്തിന് ശേഷം ഇനി ഒരു വീട്ടമ്മയും കേരളത്തിൽ തലയണയ്ക്കടിയിൽ വാക്കത്തിയും അരിവാളും വെച്ച് അവരുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കഴിയണ്ട, മുഴുവൻ ആളുകളുടെയും സംരക്ഷണം അവർ കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. 2 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങോട്ടായിട്ട് ഈ കേരളത്തെ ഇത്രയും അന്ധവിശ്വാസം ഈ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു കാര്യം ഇവരുടെ ഈ ഭരണത്തിന്റെ ഒരു വൈകല്യവും ഇതിന്റെ ഒരു പോരായ്മയല്ലേ. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് ഈ സ്ത്രീകളെ ആക്രമിക്കാനായിട്ട്. ഇപ്പൊ ഹസ്കർ പറഞ്ഞത് നടപടികൾ എടുക്കുമെന്ന്. നടപടി എടുത്തു. എവിടെയാണെന്നറിയോ? പാലക്കാട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അത് മാന്യമായിട്ട് ഇടപെട്ട് സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിച്ച SP വിളിച്ച് ജില്ലാ സെക്രട്ടറി ചീത്ത പറയുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ സത്യസന്ധമായി പെരുമാറി എന്ന കാരണത്താൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ കള്ളക്കേസുകൾ എടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അത് കൂത്താട്ടുള്ളതിന്റെ ഉദാഹരണമാണ്. തട്ടിക്കൊണ്ട് പോകപ്പെട്ട ആ സ്ത്രീ കൊടുത്ത പരാതിയേക്കാൾ മുമ്പിൽ അവരുടെ മകനെതിരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊടുത്ത കേസിലാണ് പോലീസ് നടപടി എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. കേസ് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. കാരണം ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പരാതികൾ കള്ളപ്പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് പോലീസ് ഈ അമിത സമ്മർദ്ദത്തിന് വിധേയമാകുന്നത് എന്ന് ചോദിച്ചാൽ 93 പോലീസുകാരല്ല. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്ന ഒരു കണക്കിൽ 105 പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ 10 കൊല്ലമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും മനസാന്നിധ്യത്തോടു കൂടി നിൽക്കേണ്ട ധീരരായിട്ടുള്ള ആളുകൾ, കാരണം ശവത്തിന് കാവൽ നിൽക്കുന്നവര്, ഒറ്റയ്ക്ക് ഡ്യൂട്ടി ചെയ്യുന്നവര്, അവരൊക്കെയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥര്. ആ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യയുടെ എല്ലാം കാരണം എന്താണ് സാർ? കാരണം മറ്റൊന്നുമല്ല. ഞാൻ ഇടുക്കിയിൽ നിന്ന് പറയുമ്പോൾ ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്യാൻ പ്രേരിതമായ കാര്യം അവിടുത്തെ ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അയാളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാ. അയാൾ 84 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇട്ടു, ഇനി 15 ലക്ഷം രൂപ കിട്ടാനുണ്ട്, ഇപ്പൊ കൊടുത്തെന്ന് പറയുന്നു ആൾ മരിച്ചതിന് ശേഷം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ പൈസ എടുക്കാൻ ചെന്ന ആളെ ഈ ഏരിയ സെക്രട്ടറി, കാരണം CPM-ന്റെ പണി നിനക്കറിയാമല്ലോ, ഇനി ചിലപ്പോൾ തന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് വിചാരിച്ചാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യക്ക് പ്രേരിതനായ ആൾക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ഇപ്പൊ പത്രത്തിൽ വരുന്നത് ജില്ലാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നടപടിയിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോ ഇതാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് പന്തൽ കെട്ടി SFIയുടെ ക്രിമിനൽ സംഘം. ഇപ്പോ ഞാൻ വൈകുന്നേരം വാർത്ത കേൾക്കുമ്പോൾ റോഡ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തലക്കിട്ട് ആർക്കിട്ടെങ്കിലും ഒരടി ഇതുപോലെ കൊടുത്തോ? ഇല്ലല്ലോ, ഒരാളെ അടിക്കുന്നില്ലല്ലോ. കാരണം എന്താ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. ആ CPM-ന് വിധേയപ്പെട്ട് നിന്നുവെങ്കിൽ മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അവർക്കറിയാം. പ്രതിപക്ഷം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇത്തരം വിഷയങ്ങൾ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? ആ രീതിയിൽ പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഇന്ന് ഞങ്ങളുടെ മലയോര സമരജാഥ അമ്പൂരിയിൽ സമാപിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ന് ആദ്യം തന്നെ അദ്ദേഹം ഉയർത്തിയ ഇഷ്യൂ ഈ വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നാളെ അദ്ദേഹം പത്തനംതിട്ട ഇവരെ സന്ദർശിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥ പത്തനംതിട്ടയിൽ. അതാണ് കണ്ടത്. ഒരു പറ്റം പേപ്പട്ടികൾ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ കുരച്ചു ചാടി അവരെ കടിച്ചു കീറുകയായിരുന്നു. അന്വേഷിക്കുക പോലും ചെയ്യാതെ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി ലാത്തി വീശുന്നു, തലയടിച്ച് പൊട്ടിക്കുന്നു. മതം പൊട്ടിയ ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവണം. ഇവരുടെ തൊപ്പി തെറിപ്പിക്കണം. പോലീസിങ്ങിൻ്റെ ബാലപാഠം അറിയാത്ത ഇവരെ സേനയിൽ നിലനിർത്തരുത്. ജനൻ ഡിബേറ്റിയുടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.